നിങ്ങളുടെ കൈവശം ഇതുപോലുള്ള ഫിലാഡെൻഡ്രോൺ ഗ്ലോറിയോസത്തിൻ്റെ പ്ലാന്റ് ഉണ്ടോ? അത് എങ്ങനെ പ്രൊപ്പഗേഷൻ ചെയ്യണം എന്നൊന്നും അറിവില്ലാത്തവർക്കായിട്ടുള്ള ചെറിയ ഒരു പ്രൊപ്പഗേഷൻ വീഡിയോ ആണ് ഈ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം നട്ട പ്ലാന്റ്സുകളാണ് കാണുന്നത്. അത്യാവശ്യം മെച്ചോർഡായിട്ടുള്ള പ്ലാന്റ്സുകൾ വേണം ഇതുപോലെ പ്രൊപ്പഗേഷൻ ചെയ്യാനായിട്ട് എടുക്കാൻ. അടി ചേർത്ത് കട്ട് ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. പോട്ടിൽ നിന്ന് 1 ഇഞ്ചൊക്കെ നിർത്തിക്കൊണ്ട് കട്ട് ചെയ്യാണ് വേണ്ടത്. കട്ട് ചെയ്ത ഭാഗത്ത് സാഫോ അല്ലെങ്കിൽ കരിയുടെ പേസ്റ്റോ തേച്ച് കൊടുക്കേണ്ടതാണ്, ചാർക്കോൾ പേസ്റ്റ്. സ്പീഡിൽ ഒരു വീഡിയോ ചെയ്യുകയാണ്. മനസ്സിലാവാത്തവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക, അതിൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതാണ്. ഇതുപോലെ മുകൾ ഭാഗം ഒരു 2 റൂട്ട്സൊക്കെ നിർത്തിക്കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുകയാണ് വേണ്ടത്. അതൊക്കെ ഓരോ ചെടികളാക്കി മാറ്റാവുന്നതാണ്. അതുപോലെ ഈ തണ്ടുകൾ ഓരോ നോഡുകൾ നിർത്തിക്കൊണ്ട് ഇതുപോലെ കട്ട് ചെയ്യാണ് വേണ്ടത്. ഇതൊക്കെ ഓരോ ചെടികളാക്കി മാറ്റാവുന്നതാണ്. ഈ മുകൾ ഭാഗം കട്ട് ചെയ്തിട്ടുള്ള ഈ ഇതൊക്കെ ഓരോ ചെടികളാക്കി മാറ്റാവുന്നതാണ്. ഇനി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള ഭാഗമാണ് കാണിക്കുന്നത്. ലീഫുകളൊക്കെ അളിഞ്ഞു പോയതിൻ്റെ ഭാഗമാണ് കാണുന്നത്. ആ സമയത്തേക്കും കട്ട് ചെയ്ത ഭാഗത്തു നിന്നൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ശിഖരങ്ങൾ വരുന്നത് കാണാം. നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള നാമ്പുകളാണ് വരുന്നത്. ഏറ്റവും ചുവടിൽ നിന്നാണ് ഈ വന്നിട്ടുള്ളത്. വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഇത്ര പെട്ടെന്ന് തന്നെ ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റി വെച്ചതിൻ്റെ ഭാഗങ്ങളാണ് കാണുന്നത്. ഇതൊക്കെ ഓരോ ചെടികളായി മാറിയിട്ടുണ്ട്. റൂട്ട്സൊക്കെ പുതിയ റൂട്ട്സുകളൊക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ട് വരുന്നത് കാണാം. ആറ്റുമണലിൻ്റെ തരി കൂടുതലുള്ള ഭാഗമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതുപോലെ കുറച്ച് നല്ല മേൽമണ്ണുമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ വളമൊന്നും ചേർത്തിട്ടില്ല. റീപോട്ട് ചെയ്യുന്ന സമയത്ത് നല്ല പോട്ടി മിശ്രിതമൊക്കെ നൽകി അങ്ങനെ പോട്ട് ചെയ്യാം എന്നാണ് കരുതിയത്. ഇനി അതിൻ്റെ കട്ട് ചെയ്തിട്ടുള്ള ആ ചെറിയ ഓരോ കഷ്ണങ്ങളുടെ ഭാഗമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഓരോ നോഡിൽ നിന്നും ഇതുപോലെ കിളിർത്ത് വരുന്നതാണ്. വളരെ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാതൊന്നും അങ്ങനെ പൊങ്ങി വന്നിട്ടില്ല. എല്ലാതും കിളിർത്ത് കിട്ടുന്നതാണ്. കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് ചെടികൾ ഇതുപോലെ ആക്കിയെടുത്തതായിരുന്നു. ഒരുപാട് പേർക്ക് അറിവുള്ള കാര്യം തന്നെയാണ് ഈ പ്രൊപ്പഗേഷൻ രീതിയൊക്കെ. എന്നാലും നിരവധി പേർക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയയും ഇല്ലാതെ നല്ല ക്യാഷ് കൊടുത്ത് മേടിച്ച പ്ലാന്റ് നീണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ചില പ്ലാന്റൊക്കെ ഒരു അഭംഗിയായിട്ടൊക്കെ അങ്ങനെ തോന്നുന്നതാണ്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് ഒരുപാട് ചെടികൾ ആക്കി മാറ്റാം എന്ന് മാത്രമല്ല, ഏറ്റവും ചോട്ടിൽ നിന്ന് നല്ല ഹെൽത്തി ആയിട്ട് ബുഷായിട്ട് വരുന്നത് കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷമായിരിക്കുമല്ലോ. അപ്പോൾ ഒരു ചെടിയിൽ നിന്ന് തന്നെ നിരവധി ചെടികൾ ആയി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഉള്ള ചെടി നല്ല ഹെൽത്തി ആയിട്ട് ബുഷായിട്ട് നിൽക്കുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അറിവില്ലാത്തവർക്കായിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ്. എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ സംശയമുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ഒരു നോഡ് നിർത്താൻ പേടിയുള്ളവർ 2 നോഡൊക്കെ നിർത്തിക്കൊണ്ട് കട്ട് ചെയ്താൽ മതി. 2 ഭാഗത്തുനിന്നും കുറച്ച് അളിഞ്ഞു വരുമോ എന്നൊക്കെ ഒരു തോന്നൽ ഉള്ളവർ 2